Then your shoes, please move aside. And all of you, please have respect to the puja. Thank you so much. And please don't push yourself against the barricade because that will only lead to injury. Thank you. നമസ്കാരം, ഞാൻ ലക്ഷ്മി കനാഥ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു ദൃശ്യം കണ്ടിരുന്നു. ബോളിവുഡ് നടി കാജൽ ദുർഗാപൂജയ്ക്കെത്തിയ ചിലർ ഷൂസ് ധരിച്ച് ദുർഗാപൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ വളരെ ക്രുദ്ധയായിട്ട് ഷൂസ് ധരിക്കരുത്, ഇതൊരു പൂജ നടക്കുന്ന പവിത്രമായ ഇടമാണ്, കുറച്ചെങ്കിലും ബഹുമാനിക്കൂ എന്ന് പറഞ്ഞ് ആക്രോശിച്ച ആ ദൃശ്യങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ഹൈന്ദവ ആചാരങ്ങളെ അപമാനിക്കുന്നവർക്ക്, അതിനെ ബഹുമാനിക്കാത്തവർക്ക് ഒരുപക്ഷെ പട്ടും വളയും എല്ലാം കൊടുത്ത് ആചരിക്കുന്ന വിധം ആഘോഷിച്ചേനെ. ഇതാണ് ഉത്തരേന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം. ഉത്തരേന്ത്യ ജ്ഞാനഭൂമിയാണ്, തെക്കേ ഇന്ത്യ കർമ്മഭൂമിയും. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഏറ്റവും മഹത്തായ രീതിയിൽ ആചരിക്കുന്നത് ഉത്തരേന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഭാരതത്തിൽ ഈ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ഹിന്ദുധർമ്മവും ഇത്ര മനോഹരമായി നിലനിൽക്കുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും സുമേറിയൻ, ബാബിലോണിയൻ, ഗ്രീക്ക്, റോമൻ തുടങ്ങിയ അനേകം സംസ്കാരങ്ങൾ. അതെല്ലാം ഇന്ന് എവിടെയാണ്? അതിനെക്കുറിച്ച് നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധം അതെല്ലാം വിസ്മൃതിയിൽ ആണ്ടുകഴിഞ്ഞു. എന്നാൽ ഭാരതത്തിലെ സനാതനധർമ്മം 1200 വർഷത്തെ വൈദേശിക ആക്രമണങ്ങളെ അതിജീവിച്ചും പരംവൈഭവത്തിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ആചാര അനുഷ്ഠാനങ്ങളുടെ ശക്തി തന്നെയാണ്. ഉത്തരേന്ത്യയെ കണ്ടുപഠിക്കേണ്ട കാര്യമാണ് ഇത്തരം ആഘോഷങ്ങളിൽ അവർ കാണിക്കുന്ന ജാഗ്രതയും ബഹുമാനവുമെല്ലാം. എവിടെയാണ് ഈശ്വരൻ പ്രകാശിക്കുന്നത് അഥവാ ഈശ്വര സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്? ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമവും ഷഡേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത് എന്നാണ് സുഭാഷിതം. എവിടെയാണോ ഉദ്യമം, സാഹസം, ധൈര്യം എല്ലാം ഉള്ളത്, ബുദ്ധിയും ശക്തിയും പരാക്രമവും എല്ലാം ഉള്ളത്, അവിടെയാണ് ഈശ്വരൻ പ്രകാശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാജൽ കാണിച്ച ആ ഒരു ധൈര്യം, സാഹസം, ആ ഒരു ഇനിഷ്യേറ്റീവ് അഥവാ ഉദ്യമം, ഇതെല്ലാം നമ്മൾ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ്. ഓരോ ഹിന്ദുവിന്റെയും ധർമ്മമാണ് അവനവന്റെ ധർമ്മം സംരക്ഷിക്കുക എന്നുള്ളത്. അത് അവിടെ നിൽക്കുന്ന സംഘാടകരുടെയോ മറ്റുള്ളവരുടെയോ അല്ല, നമ്മൾ ഓരോരുത്തരുടെയും ആണ് എന്നുള്ള മാതൃകയാണ് ഈ നടി നമുക്ക് നൽകിയിരിക്കുന്നത്.